ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ജേണി ത്രൂ അവർ ബോഡി, നമ്മുടെ ബോഡിയിലൂടെയുള്ളൊരു ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് അവയവങ്ങളുണ്ട് അല്ലേ? പല അവയവങ്ങളെക്കുറിച്ചും പല ഓർഗൻസിനെ കുറിച്ചും നമുക്കറിയാം, നമ്മൾ വളരെയധികം പഠിച്ചിട്ടുണ്ട്. ചിലതിനെക്കുറിച്ച് നമുക്ക് അത്ര കൃത്യമായിട്ട് അറിയാനുണ്ടാവില്ല അല്ലേ? നമ്മുടെ ബ്രെയിൻ എടുത്താൽ അതിൽ തന്നെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ലങ്സ്, ഹാർട്ട്, അതുപോലെ തന്നെ കിഡ്നി, ഇങ്ങനെയുള്ള ഒരുപാട് അവയവങ്ങളുണ്ട്. നമുക്കറിയുന്നതും സ്പ്ലീൻ, എത്ര ആളുകൾ സ്പ്ലീനിനെ കുറിച്ച് അറിയാം, സ്പ്ലീനിനെ കുറിച്ച് എത്ര ആളുകൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നതും അറിയാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഉള്ള ഒരു ജേണിയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പതിയെ ഓരോ ഭാഗങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വീഡിയോസ് കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോഡിയിലുള്ള ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബെല്ലം. ഓക്കെ, നമ്മുടെ ലിറ്റിൽ ബ്രെയിൻ ആയിട്ടുള്ള സെറിബെല്ലമാണ്. നമ്മുടെ സെറിബെല്ലത്തിൻ്റെ പിന്നെ പൊസിഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറിബെല്ലം അല്ലേ? അതിൻ്റെ പിന്നെ ഫംഗ്ഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. സെറിബെല്ലം പ്ലേ മേജർ റോൾ ഇൻ കോർഡിനേറ്റിംഗ് വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ്സ് ആൻഡ് ബാലൻസിങ്. നമ്മുടെ വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ്, ഇപ്പോൾ നമ്മുടെ കയ്യും കാലൊക്കെ ഞാനിങ്ങനെ അനക്കുന്നുണ്ട് അല്ലേ? നിങ്ങളെല്ലാവരും ഓടിയും ചാടും എക്സസൈസ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാലൻസിങ്, ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുക, നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധിക്കുക എന്നുള്ളതും നമ്മുടെ സെറിബെല്ലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഡിസ്പൈറ്റ് ഇറ്റ്സ് സ്മോൾ സൈസ്, വളരെ ചെറിയ ഒരു ഫിസ്റ്റിൻ്റെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ സെറിബെല്ലം ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് വൈറ്റൽ ഫോർ സ്മൂത്ത് ആൻഡ് പ്രിസൈസ് ഫിസിക്കൽ ആക്ഷൻസ്. നമുക്ക് സ്മൂത്തായി പ്രിസൈസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി വൈറ്റൽ. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവയവമാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അതിൻ്റെ ലൊക്കേഷൻ ആൻഡ് സ്ട്രക്ചറാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഒരു മനുഷ്യനെ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മനുഷ്യൻ്റെ ഈ പിന്നെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, സെറിബെല്ലം കാണാൻ സാധിക്കുക. സെറിബെല്ലം ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹെഡ് ജസ്റ്റ് ബിഹൈൻഡ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ തൊട്ട് പിന്നിലായിക്കൊണ്ട് ബാക്കിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഹെമിസ്ഫിയേഴ്സ് സിമിലർ ടു ദ സെറിബ്രം. സെറിബ്രം നമുക്കറിയാം 2 ഹെമിസ്ഫിയർ ആയിട്ടാണ്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ, റൈറ്റ് ഹെമിസ്ഫിയർ എന്ന രൂപത്തിൽ. ഇതാണല്ലേ വലുതാണ്, ഈ വലിയ ഭാഗമാണ് സെറിബ്രം. അത് 2 ഭാഗങ്ങളായിട്ടാണ്. അതേപോലെ തന്നെ സെറിബെല്ലവും 2 പാർട്ടായിട്ടാണ് അല്ലേ? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ടാണ് സെറിബെല്ലവും നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കീ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഈ സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് പോസ്ചർ ആൻഡ് ഇക്വിലിബ്രിയം. നമ്മുടെ പോസ്ചർ അല്ലേ, നമ്മളെല്ലാവരും ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു പോസ്ചറും അതുപോലെ തന്നെ ഇക്വിലിബ്രിയവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യുന്നത് നമ്മുടെ സെറിബെല്ലമാണ്. കോർഡിനേറ്റ് ഫൈൻ മോട്ടോർ സ്കിൽസ് സച്ച് ആസ് ബ്രഷിംഗ് ടീത്ത് അല്ലേ? ബ്രഷിംഗ് ടീത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും പ്രിസൈസായി ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ അതിനനുസരിച്ച് വോളണ്ടറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? നമ്മളെന്തോ ഇങ്ങനെ പിന്നെ നമുക്ക് വിചാരിക്കാത്ത രൂപത്തിൽ ചെയ്യണോ? അല്ല, നമുക്കിതാ ഏറ്റവും പിന്നിലെ പല്ലിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ബ്രഷ് ചെയ്യുന്നു, നമ്മുടെ മുന്നിലെ പല്ലിലേക്ക് വരണം. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻ ട്യൂൺഡായി നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നമ്മുടെ സെറിബെല്ലത്തിനാണ്. അതുപോലെ തന്നെ റൈറ്റിംഗ്, നമുക്ക് എഴുതാൻ വിചാരിക്കുമ്പോൾ അല്ലേ, നമ്മൾ പിന്നെ എ എന്ന് എഴുതാൻ വിചാരിക്കും എ എന്ന് തന്നെ വരുന്നുണ്ട്, ബി എന്ന് എഴുതാൻ വിചാരിക്കും ബി എന്ന് തന്നെ വരുന്നുണ്ട്. നമ്മൾ വളക്കാൻ വിചാരിക്കുന്നിടത്ത് വളക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നേരെ എഴുതാൻ വിചാരിക്കുന്ന സമയത്ത് നേരെ എഴുതാൻ പറ്റുന്നുണ്ട്, നമുക്ക് റൗണ്ട് വരക്കാൻ പറ്റുന്ന സമയത്ത് റൗണ്ട് വരക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് അത്രയും ഫൈനായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അതെല്ലാം സെറിബ്രമാണ് അതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഡ്രോയിങ് അല്ലേ, അതിനും കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ചില ആളുകൾക്ക് ഡ്രോയിങ്ങിൽ വളരെ നല്ല കഴിവുള്ളവരായിരിക്കും അല്ലേ? അപ്പോൾ ആ കഴിവൊക്കെ എങ്ങനെയാണ് അത് അത്രയും ഫൈനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സെറിബെല്ലമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ്. നമ്മളിങ്ങനെ പറയുമ്പോഴും എന്തിനാണ് ഈ ബാലൻസ് അല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. നമുക്ക് ബാലൻസ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇങ്ങനെ നേരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ നേരെ ഈ പിന്നെ ഇക്വിലിബ്രിയത്തോടു കൂടി ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് സെറിബെല്ലത്തിൻ്റെ ഒരു പിന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സെറിബെല്ലം ഈസ് എസെൻഷ്യൽ ഫോർ സ്റ്റാൻഡിങ് അപ്രൈറ്റ് ആൻഡ് മൂവിങ് വിതൗട്ട് ലോസിങ് ബാലൻസ്. നമ്മൾ മൂവ് ചെയ്യണം, ഞാനിങ്ങനെ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നില്ല. കാരണം എന്താ? because of cerebellum. Okay, it is particularly important during activities that require balance, such as standing on one leg അല്ലേ, ഒറ്റ കാലിൽ അല്ലേ, ഇവിടെ കാണുന്ന ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? സെറിബെല്ലം ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ സർഫിങ്, സ്കേറ്റ് ബോർഡിംഗ് ഒക്കെ ചെയ്ത ആൾക്കാരുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമുക്ക് ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മേഖലകളും നമുക്ക് അറിയുണ്ടാവും. അപ്പോൾ ആ ബാലൻസിങ് ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ലിറ്റിൽ ബ്രെയിൻ ആയിട്ടുള്ള സെറിബെല്ലമാണ്. ഇനി ഇതിനെന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ, അപ്പോൾ അല്ലേ, ഓരോ ഓർഗനും എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവും അല്ലേ? നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹാർട്ടിന്
ഹാർട്ടാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അതിനെന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ മൊത്തത്തിൽ ആ ബ്ലഡ് പമ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വലിയ കുറേ പ്രശ്നങ്ങളുണ്ടാവും, ഈവൻ ലീഡ് ടു ഡെത്ത്സ് അല്ലേ. അങ്ങനെ ഇപ്പോൾ കിഡ്നി എന്താ ചെയ്യുക, നമ്മുടെ ഫിൽട്രേഷൻ, നമ്മുടെ ബ്ലഡിൻ്റെ ഫിൽട്രേഷനാണ്. അതിനെന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടായാൽ നമ്മൾ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്യൂല, അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ സെറിബെല്ലത്തിന് ഡിസ്ഫങ്ഷൻ ഉണ്ടായാൽ, അതിൻ്റെ ഫംഗ്ഷൻ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്താ സംഭവിക്കുക, ആ സെറിബെല്ലം ചെയ്യുന്ന പണി നടക്കൂല അല്ലേ. അതാണ് ഡിസ്ഫങ്ഷൻ എന്താ സംഭവിക്കുന്നത്. ഇമ്പയർഡ് സെറിബെല്ലാർ ഫംഗ്ഷൻ ക്യാൻ ലീഡ് ടു ലോസ് ഓഫ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. ബാലൻസ് ഉണ്ടാവില്ല, നമുക്ക് നേരെ നിൽക്കാൻ സാധിക്കില്ല, അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല, ആ ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും, കോർഡിനേഷൻ ഇല്ലാതായി പോകും. കോമൺ കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് സെറിബെല്ലാർ ഡിസ്ഫങ്ഷൻ ഈസ് അറ്റാക്സിയ. അറ്റാക്സിയ എന്നുള്ളതാണ് ഈ ഒരു സെറിബെല്ലത്തിൻ്റെ ഡിസ്ഫങ്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, വിച്ച് ഇൻവോൾവ്സ് ലോസ് ഓഫ് മസിൽ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. മസിൽ കോർഡിനേഷനും കൺട്രോളൊക്കെ ഇല്ലാതായി പോവുക എന്നുള്ളതാണ് അറ്റാക്സിയയിൽ സംഭവിക്കുന്നത്. ഓക്കെ, ബാലൻസ് മാത്രമല്ല സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെറിബെല്ലം ഈസ് ഓൾസോ കോർഡിനേറ്റ് ഐ മൂവ്മെൻറ്റ്സ്. നമ്മുടെ ഐ മൂവ്മെൻറ്റ്സ് അല്ലേ, നമ്മുടെ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നില്ലേ, അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു കോഗ്നിറ്റീവ് ഫങ്ഷൻ സച്ച് ആസ് ലാംഗ്വേജ്, അറ്റൻഷൻ ആൻഡ് വർക്കിംഗ് മെമ്മറി അല്ലേ. ലാംഗ്വേജ്, നമുക്ക് ഭാഷ സംസാരിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ അറ്റൻഷൻ, നമുക്കൊരു കാര്യം ഇപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം നിങ്ങൾ അറ്റൻഷനോടുകൂടി ഞാൻ എന്താ പറയുന്നത്, എന്താണ് സെറിബെല്ലം, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ, എന്താണ് അതിൻ്റെ ബാലൻസ് കൂടാതെയുള്ള ഫംഗ്ഷൻ എന്നൊക്കെ നിങ്ങൾ അറ്റൻഷനോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സഹായിക്കുന്നതും നമ്മുടെ സെറിബെല്ലമാണ്. ആൻഡ് വർക്കിംഗ് മെമ്മറിക്കും നമ്മളെ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെറിബെല്ലത്തെക്കുറിച്ച് പൊതുവായി നമുക്ക് പറയാനുള്ളത്. സെറിബെല്ലം ഈസ് എസെൻഷ്യൽ ഫോർ ബാലൻസ്, ഫൈൻ motor skills and various cognitive functions. It plays a significant role in maintaining coordination and control throughout the body. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഒരു ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ സെറിബെല്ലത്തെയാണ് നമ്മൾ ഇപ്രാവശ്യം പരിചയപ്പെട്ടത്. ഇനിയും ഒരുപാട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പാർട്സ് നമ്മുടെ ബോഡിയിലുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.